അകമലയിൽ കാട്ടാനകളിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പാറയിൽ വീട്ടിൽ കാശു എന്ന ഗോവിന്ദൻകുട്ടിയുടെ തെങ്ങും കവുങ്ങും വാഴയുമാണ് പ്രധാനമായും കാട്ടാനകൾ നശിപ്പിച്ചിരിക്കുന്നത്. കൊയ്യാറായ നെല്ല് വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. ആനശല്യം രൂക്ഷമായതിനെ തുടർന്ന് വാഴത്തോട്ടത്തിൽ തീക്കൂന തീർത്ത് പാട്ടയുമായി കാവലിരിക്കേണ്ട സാഹചര്യമാണെന്നാണ് പാറയിൽ വീട്ടിൽ ശശി പറയുന്നത്. അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ചെറിയ കുട്ടികളുമായി കഴിയുന്ന വീടിന്റെ മുറ്റത്തുപോലും രാത്രിയായാൽ കാട്ടാനക്കൂട്ടങ്ങൾ എത്തുന്നതിനാൽ തന്നെ ഏറെ ഭയത്തിലാണ് കുഴിയോട് സ്വദേശി ഇന്ദിരയും കുടുംബവും. ചാക്യാർകുന്നത്തുള്ള ലോറൻസിന്റെയും അവസ്ഥ മറ്റൊന്നല്ല. ഈ പ്രദേശത്ത് കാട്ടാനശല്യം രൂക്ഷമായിട്ട് 3 വർഷം പിന്നിടാൻ ഒരുങ്ങുമ്പോഴും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വൈദ്യുത വേലികളോ RRT സംവിധാനമോ ഇല്ലാത്തതിൽ ഏറെ പ്രതിഷേധത്തിലാണ് നാട്ടുകാർ. കാട്ടാനകൾ നിരന്തരമായെത്തി 1000-ലധികം വാഴകൾ നശിപ്പിച്ചതിനെ തുടർന്ന് കരാറുകാരൻ ഗോവിന്ദൻകുട്ടി വാഴകൃഷി പൂർണ്ണമായും ഉപേക്ഷിച്ചു. കൃഷിക്ക് നേരെയുള്ള കാട്ടാനകളുടെ ആക്രമണം നിയന്ത്രണമില്ലാതെ തുടർന്നാൽ കൃഷിയെ മാത്രം ആശ്രയിച്ചു ജീവിക്കുന്ന മലയോര കർഷകരുടെ ഉപജീവനം പോലും അവതാളത്തിലാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വലിയൊരു കൊമ്പനും 2 കുട്ടിയാനകളും ഉൾപ്പെടെ 6ഓളം ആനകളാണ് ഈ പ്രദേശത്ത് നിരന്തരമായി കൃഷിനാശം വരുത്തുന്നത്. അതായത് ഈ ആനയുടെ ശല്യം തുടങ്ങിയിട്ട് മാസം 2-3 ഇക്കൊല്ലം. കഴിഞ്ഞ കൊല്ലം ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കൊല്ലം വേറൊരു കോൺട്രാക്ടർ ഉണ്ട് അവിടെ, ആളുടെ പേരും ഗോവിന്ദൻകുട്ടിയാണ്. അങ്ങേരെന്നാണ് ഇത് ഉത്ഭവം. ആ കാട്ടിൽ നിന്ന് നേരെ അങ്ങേരെ കൃഷിയിലേക്ക് ഇറങ്ങി അവിടേക്ക് നശിപ്പിച്ച് ഇങ്ങോട്ട് വരവ് ഇക്കൊല്ലം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് തുടങ്ങി വെച്ചിട്ട് ഇപ്പോൾ 3-4-5 മാസമായി. ഇത് നെല്ലിലേക്ക് വന്നു തുടങ്ങിയത് ഈ കഴിഞ്ഞ മാസം തൊട്ടാണ്. മറ്റേ പറമ്പിൽ വന്ന് എല്ലാം നശിപ്പിക്കലാണ് പണി. അതിൽ വാഴ, കവുങ്ങ്, തെങ്ങ്, റബ്ബർ, മറ്റുള്ള വരവൃക്ഷങ്ങൾ, എല്ലാ സാധനങ്ങളും, ചക്ക, മാങ്ങ, ഇതൊക്കെ അവർക്ക് പ്രധാനമാണ്. ചക്ക തുടങ്ങിയാൽ ചക്ക തന്നെ വേണ്ടു. മാങ്ങ തുടങ്ങിയാൽ മാങ്ങ മുഴുവൻ വെച്ച് പൊട്ടിച്ച് കൊമ്പൊക്കെ തട്ടിയിട്ട് അമർത്തിയിടും. പിന്നെ പന എവിടെയൊക്കെ ഉണ്ടോ അതൊക്കെ തട്ടിയിടും. പനയും തീറ്റയാണ്. ഈ അഭ്യാസം തുടങ്ങിയിട്ട് ഇപ്പോൾ കാലം കൊണ്ടായി. ഇതിപ്പോൾ ഞങ്ങൾ ഈ കൃഷി ഇറങ്ങിയിൽ എനിക്കിപ്പോൾ ഈ 2-3 ഏക്കർ പണിയാൻ ഒരു 35-40,000 റുപ്യ ചിലവാക്കിയിട്ട് അത് പണിതാണ്. ഇതിലിനി ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് കിട്ടുന്നുള്ളത് ഒരു പിടിയില്ലാതിരിക്കുക. ഇപ്പം എങ്ങനെയായി ഇത് ഞങ്ങൾ തുടരാണ്. അവിടെ ഒരു 2 ഏക്കർ അവിടെ നശിപ്പിച്ചിട്ടുണ്ട്. അത് നശിക്കണമെന്നാണ് പറയാം. അത് അനിയനാ പണിയാണ്. അത് ആ 2 ഏക്കർ ഇക്കൊല്ലം കൊയ്യാൻ പറ്റുമോ തോന്നുന്നില്ല. ആ നിലയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇത് കൃഷിക്കാർക്ക്, കർഷകർക്ക് ഒരുപാട് ശല്യം ചെയ്യും. മാത്രമല്ല ഇത് കൃഷിഭവൻ അറിയാം, മറ്റേ വില്ലേജ് ഓഫീസിലറിയാം, ഇവിടുത്തെ MLAക്ക് അറിയാം, ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രമുഖ വ്യക്തികൾ, നമ്മളെ ഭരണ കർത്താക്കൾക്ക് എല്ലാം ഇത് അറിയുന്നതാണ്. മുനിസിപ്പാലിറ്റി എല്ലാവർക്കും ഞങ്ങൾ പരാതി പറഞ്ഞു. ഫോറസ്റ്റ്, ഡെപ്യൂട്ടി കളക്ടർ, അത് കഴിഞ്ഞു ഫോറസ്റ്റ്, DFO, ഇവർക്കെല്ലാവർക്കും പരാതി ഞങ്ങൾ ചെന്നിട്ടുണ്ട്. മാത്രമല്ല കൃഷിഭവനിൽ ആ സാറ് എല്ലാവർക്കും പരാതി കൃത്യമായിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ചെയ്ത് സഹായം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കൃഷി ഓഫീസറായി ചെയ്യുന്നത്. ഞങ്ങൾ ഈ ഭാഗം മുഴുവൻ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. കൃഷിയെല്ലാം ഇൻഷുറൻസ് ഉണ്ട്. അതിപ്പോൾ ആനല്ല, ഇതിന് മുന്നേ അത് കൃഷി ഇൻഷുർ ചെയ്യും. കാരണം വർഷകാലമായ വെള്ളം തോട് പൊട്ടിയിട്ടും അങ്ങനെയായിട്ട് കൃഷി കുറേ നശിക്കാറുണ്ട്. എന്നിട്ട് പിന്നെ രണ്ടാമതൊന്നുമല്ല, ഇങ്ങനെയുള്ള ശല്യങ്ങളാണ്. ഇപ്പം ആന ശല്യം ലാസ്റ്റ്. ഞങ്ങളിനി എന്ത് ചെയ്യും? പന്നിയുടെ ശല്യം, ആനയുടെ ശല്യം, കുരങ്ങൻ്റെ ശല്യം, മയിൽ, ഇതൊക്കെയാണ്. മലർന്നാൻ ഇവരുടെ അഭ്യാസമാണ്. ഇവരെല്ലാം കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാം. ഇത് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? അത് ഇവിടുത്തെ എല്ലാ ബഹുജനങ്ങളും മനസ്സിലാക്കി ഇതിന് ഈ കർഷകരെ സഹായിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.